ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കുന്നത് SCERT ചാപ്റ്റേഴ്സ് ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലെ പഴയ പാഠപുസ്തകമായ സോഷ്യൽ സയൻസിൽ 9ാമത്തെ ചാപ്റ്ററാണ് ജനങ്ങൾ, ജനങ്ങൾക്ക് വേണ്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. നോക്കിക്കേ, ഇവിടെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. എന്താ അവിടെ എഴുതി വെച്ചേക്കുന്നത്? പഞ്ചായത്ത്, ഗ്രാമസഭ, വാർഡ് 8 എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നത്? ഇത് ഗ്രാമസഭയെക്കുറിച്ചുള്ളൊരു ചിത്രമാണ് കാണിച്ചേക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ നാട്ടിലും ഗ്രാമസഭ കൂടാറുണ്ട്. അപ്പോൾ അവിടെ ആരൊക്കെയാണ് പങ്കെടുക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. എന്താണ് ഗ്രാമസഭയെന്ന് നോക്കാം. നോക്കിക്കേ, ഗ്രാമത്തിലെ വികസന പ്രവർത്തനങ്ങൾ തയ്യാറാക്കാനുള്ള വേദിയാണ് ഗ്രാമസഭ. എന്താണ്? ഗ്രാമത്തിലെ വികസന പ്രവർത്തനങ്ങൾ തയ്യാറാക്കാനുള്ള വേദിയാണ് ഗ്രാമസഭ. വാർഡിലെ വോട്ടർമാരാണ് ഗ്രാമസഭയിലെ അംഗങ്ങൾ. വാർഡിലെ വോട്ടർമാരാണ് ഗ്രാമസഭയിലെ അംഗങ്ങൾ. വാർഡിലെ ആവശ്യങ്ങൾ അവർ ഗ്രാമസഭയിൽ ഉന്നയിക്കുന്നു. ചർച്ചകൾക്ക് ശേഷം അവ വികസന പ്രവർത്തനങ്ങളായി പഞ്ചായത്ത് അംഗീകരിക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്നു. ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നതിനും വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനും നേതൃത്വം നൽകുന്നത് ആരാണ്? വാർഡ് മെമ്പറാണ്. ഓക്കെ, എന്താ പറയുന്നത്? ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നതിനും വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനും നേതൃത്വം നൽകുന്നത് ആരാണ്? വാർഡ് മെമ്പറാണ്. നോക്കിക്കേ, വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദിയാണ് ഗ്രാമസഭ. വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദിയാണ് ഗ്രാമസഭ. നഗരങ്ങളിൽ എങ്ങനെ അറിയപ്പെടുന്നത്? വാർഡ് സഭ എന്നാണ് പറയുന്നത്. നഗരങ്ങളിൽ വാർഡ് സഭ എന്നും ഗ്രാമപ്രദേശങ്ങളിൽ എങ്ങനെയാണ്? ഗ്രാമസഭ എന്നുമാണ് പറയുന്നത്. വാർഡിലെ എല്ലാ വോട്ടർമാർക്കും ഗ്രാമസഭയിൽ അല്ലെങ്കിൽ വാർഡ് സഭയിൽ പങ്കെടുക്കാം. വാർഡിലെ എല്ലാ വോട്ടർമാർക്കും അതായത് വോട്ട് ചെയ്യാൻ കഴിയുന്നവർക്കെല്ലാം ഗ്രാമസഭയിലോ അല്ലെങ്കിൽ വാർഡ് സഭയിലോ പങ്കെടുക്കാം. ചർച്ചയിൽ പങ്കെടുത്ത് അഭിപ്രായം പറയാൻ അവർക്കെല്ലാം അവസരമുണ്ട്. വാർഡിൽ നടപ്പാക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ജനങ്ങൾ ഗ്രാമസഭയിൽ കൂട്ടായ ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുന്നു. എന്താ പറയുന്നേ? വാർഡിൽ നടപ്പാക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ജനങ്ങൾ ഗ്രാമസഭയിൽ കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ആ വാർഡിൽ നിന്നും ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധിയാണ്. അതാരാണ്? നമ്മുടെ വാർഡ് മെമ്പറാണ് അല്ലേ? ഓക്കെ, നോക്കിക്കേ, ഈ ജനപ്രതിനിധി ഗ്രാമങ്ങളിൽ വാർഡ് മെമ്പർ എന്നും നഗരങ്ങളിൽ കൗൺസിലർ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ഗ്രാമങ്ങളിൽ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? വാർഡ് മെമ്പർ എന്നാണ് അറിയപ്പെടുന്നത്. നഗരങ്ങളിൽ കൗൺസിലർ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി എന്താ പറയുന്നത്? അപ്പോൾ ഇത്തരത്തിലുള്ള പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന മറ്റു രീതി എവിടെയെല്ലാം കാണാമെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ക്ലാസ് അല്ലെങ്കിൽ സ്കൂൾ ലീഡർ, സഹകരണ സംഘം, ക്ലബ്ബ്, വായനശാല, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, സംസ്ഥാന നിയമസഭ, പാർലമെന്റ്. ഓക്കെ, നമുക്കറിയാം 18 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും എന്തുണ്ട്? വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ടെന്ന്. ഓക്കെ, ഗ്രാമസഭയിൽ ജനങ്ങൾ നേരിട്ട് പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും കഴിയുന്നു. ഗ്രാമസഭയിൽ ജനങ്ങൾക്ക് നേരിട്ട് പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും കഴിയുന്നു. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? എല്ലാ വോട്ടർമാർക്കും അല്ലേ, എല്ലാ വോട്ടർമാർക്കും ഗ്രാമസഭയിൽ അല്ലെങ്കിൽ വാർഡ് സഭയിൽ പങ്കെടുക്കാൻ കഴിയുന്നുണ്ടെന്ന് അതിനാണ് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിക്കേ, എന്നാൽ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും കൂട്ടായ തീരുമാനങ്ങൾ എടുക്കുന്നത് ആരാണ്? ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളാണ്. ഓക്കെ, അപ്പോൾ ഗ്രാമസഭയിൽ നമുക്ക് നേരിട്ട് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം. എന്നാൽ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും കൂട്ടായ തീരുമാനങ്ങൾ എടുക്കുന്നത് ആരാണ്? ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധികളാണ്. ഓക്കെ, നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് വിടുന്നവരാണ്. നോക്കിക്കേ, ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമാകണം. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. ഈ കോട്ടൊക്കെ നോക്കി വെച്ചേക്കണം, പ്രധാനപ്പെട്ടതാണ്. ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണമെന്ന് പറഞ്ഞത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. ഇത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു കോട്ടാണ് അല്ലേ? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത് എബ്രഹാം ലിങ്കൺ ആണ്. ആഗോള ആദരവ് പിടിച്ചു പറ്റുന്ന ഏക ഭരണ സംവിധാനം ജനാധിപത്യമാണ്. ആഗോള ആദരവ് പിടിച്ചു പറ്റുന്ന ഏക ഭരണ സംവിധാനം ജനാധിപത്യമാണ് എന്ന് പറയുന്നത് ആരാണ്? അമർത്യ സെൻ ആണ്. ഓക്കെ, ജനാധിപത്യത്തിന്റെ ചില സവിശേഷതകളും ജനാധിപത്യത്തെക്കുറിച്ചുള്ള മഹാന്മാരുടെ അഭിപ്രായങ്ങളും നമ്മൾ കണ്ടു. നോക്കിക്കേ, എന്താണ് ജനാധിപത്യം?
ജനങ്ങൾ നേരിട്ടോ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളോ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന പ്രക്രിയയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. എന്താണ്? ജനങ്ങൾ നേരിട്ടോ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളോ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന പ്രക്രിയയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. നോക്കിക്കേ, ജനാധിപത്യം. ജനാധിപത്യം എന്ന അർത്ഥം വരുന്ന ഡെമോക്രസി എന്ന ഇംഗ്ലീഷ് പദം ഡെമോക്രാറ്റിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. ജനം എന്നർത്ഥമുള്ള ഡെമോസ്, ശക്തി അഥവാ അധികാരം എന്നർത്ഥമുള്ള ക്രാറ്റോസ് എന്നീ ഗ്രീക്ക് പദങ്ങൾ ചേർന്നുണ്ടായതാണിത്. ഓക്കെ, നോക്കിക്കേ, പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും. എന്താണ് പ്രത്യക്ഷ ജനാധിപത്യം, എന്താണ് പരോക്ഷ ജനാധിപത്യം? നമുക്ക് നോക്കാം. പ്രത്യക്ഷ ജനാധിപത്യത്തിൽ പ്രധാന തീരുമാനങ്ങൾ ജനങ്ങൾ നേരിട്ടെടുക്കുന്നു. പ്രത്യക്ഷ ജനാധിപത്യത്തിൽ പ്രധാന തീരുമാനങ്ങൾ ആരാണ് എടുക്കുന്നത്? ജനങ്ങളാണ്. സംസ്ഥാന നിയമസഭ, പാർലമെന്റ് എന്നിവിടങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ആരാണ്? ജനങ്ങളാണോ? ജനങ്ങൾ നേരിട്ടല്ല, അവർ തിരഞ്ഞെടുത്ത പ്രതിനിധികളാണ് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ പ്രത്യക്ഷ ജനാധിപത്യത്തിൽ പ്രധാന തീരുമാനങ്ങൾ ആരെടുക്കും? ജനങ്ങൾ എടുക്കും. എന്നാൽ സംസ്ഥാന നിയമസഭ, പാർലമെന്റ് എന്നിവിടങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ആരാണ്? ജനങ്ങളാണോ? ജനങ്ങളല്ല, ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധികളാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇത്തരം പ്രാതിനിധ്യ ജനാധിപത്യത്തെ പരോക്ഷ ജനാധിപത്യം എന്ന് പറയുന്നു. ഇത്തരം പ്രാതിനിധ്യ ജനാധിപത്യത്തെ പരോക്ഷ ജനാധിപത്യം എന്ന് പറയുന്നു. അടുത്ത് നോക്കിക്കേ, ജനാധിപത്യവും തിരഞ്ഞെടുപ്പും. പ്രാദേശിക തലം മുതൽ പാർലമെന്റ് വരെ തങ്ങളെ ഭരിക്കേണ്ട പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? ജനങ്ങളാണ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. അപ്പോൾ വോട്ട് ചെയ്യുന്നതിന് പ്രായമുണ്ടല്ലേ? അപ്പോൾ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. 18 വയസ്സ് പൂർത്തിയായ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും വോട്ടവകാശമുണ്ട്. അപ്പോൾ വോട്ട് ചെയ്യേണ്ട പ്രായം എത്രയാണ്? 18 വയസ്സ് പൂർത്തിയായിരിക്കണം. 18 വയസ്സ് പൂർത്തിയായ എല്ലാ ഇന്ത്യൻ പൗരനും ഇതിനുള്ള അവകാശമുണ്ട്, വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇങ്ങനെ പ്രാദേശിക ഭരണകൂടങ്ങളിലേക്കും നിയമസഭകളിലേക്കും ലോക്സഭയിലേക്കുമുള്ള പ്രതിനിധികളെ ജനങ്ങൾ വോട്ട് ചെയ്താണ് തിരഞ്ഞെടുക്കുന്നത്. തിരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന സവിശേഷതകളിലൊന്നാണ്. തിരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന സവിശേഷതകളിൽ ഒന്നാണ്. ഓക്കെ, നോക്കിക്കേ, തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുമല്ലോ. അപ്പോൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളുടെ പ്രദേശത്ത് നിങ്ങൾ വോട്ട് ചെയ്യുന്നത് ആർക്കാണ്, നിയോജക മണ്ഡലം ഏതാണെന്നൊക്കെ നിങ്ങൾ മനസ്സിലോർക്കുക. ഓക്കെ, നോക്കിക്കേ, നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ വോട്ട് ചെയ്യാറുണ്ട്? നമ്മുടെ വീട്ടിൽ 18 വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാവരും വോട്ട് ചെയ്യാറുണ്ട് അല്ലേ? നോക്കിയേ, നിങ്ങളുടെ നിയമസഭാ നിയോജക മണ്ഡലം ഏതാണ്? നിയമസഭാ നിയോജക മണ്ഡലം ഏതാണ്? ആരാണ് നിങ്ങളുടെ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധി? നമുക്ക് ഓർമ്മ വരുന്നുണ്ട് നമ്മുടെ MLA ആരാണെന്നല്ലേ? നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ലോക്സഭാ നിയോജക മണ്ഡലം ഏത്? നമ്മുടെ ലോക്സഭാ നിയോജക മണ്ഡലം. ആരാണ് നിങ്ങളുടെ ലോക്സഭാ നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധി? അപ്പോൾ MP ആരാണെന്ന് ഓർമ്മ വരുന്നുണ്ടോ? അപ്പോൾ ലോക്സഭാ നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധി ആരാണ്? MP ആണ്. ലോക്സഭാ നിയോജക മണ്ഡലം ഏതാണ്? അതുപോലെ തന്നെ നിയമസഭാ നിയോജക മണ്ഡലം ഏതാണ്? നിയമസഭാ നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധി അതായത് MLA ആരാണ്? ഇതൊക്കെ ഓർമ്മ വന്നോ? ഓക്കെ, നോക്കിക്കേ, തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങൾ. തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സ്കൂൾ ജനാധിപത്യ വേദി നിങ്ങളുടെ ക്ലാസ്സിലും ലീഡറെ തിരഞ്ഞെടുത്തിട്ടുണ്ടല്ലോ. അതുപോലെ നമ്മുടെ രാജ്യത്തിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലും നിർബന്ധമായി പാലിക്കേണ്ട ചില ഘട്ടങ്ങളുണ്ട്. അവ സൂചിപ്പിക്കുന്ന ഫ്ലോ ചാർട്ട് നോക്കൂ. നമുക്കറിയാം, നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ക്ലാസ് ലീഡറെയൊക്കെ തിരഞ്ഞെടുക്കാറുണ്ട് അല്ലേ, വോട്ട് ചെയ്ത്. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കേ, നമ്മുടെ രാജ്യത്തിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്.
നോക്കാം. നോക്കിക്കേ, തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങൾ. ആദ്യം എന്താണ്? തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, പിന്നീട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ, നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ, അതിനുശേഷം വോട്ടെടുപ്പ്, വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. ഇതാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിൻ്റെ ഘട്ടങ്ങൾ. ഓക്കെ, ഇങ്ങനെ കൃത്യമായ ഘട്ടങ്ങൾ പാലിച്ചുകൊണ്ടാണ് എല്ലാ തിരഞ്ഞെടുപ്പുകളും നടക്കുന്നത്. നമ്മൾ തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങൾ കണ്ടില്ലേ? അപ്പോൾ ഈ ഘട്ടങ്ങളെല്ലാം പാലിച്ചുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. തിരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. തിരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. ഇതുപോലെ ജനാധിപത്യം മറ്റു ചില ഘടകങ്ങളെയും ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. ഒന്നാമത് നിയമവാഴ്ച. ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമായ ഘടകങ്ങളിൽ ഒന്നാമത് വരുന്നത് എന്താണ്? നിയമവാഴ്ചയാണ്. എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. അല്ലാതെ ഒരാൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? ഇല്ല. എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ്. നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. ഞാൻ എന്നാൽ ഇനി നാളെ തൊട്ട് നിയമങ്ങൾ അനുസരിക്കുന്നില്ല, അല്ലെങ്കിൽ ഇന്നു മുതൽ നിയമങ്ങളൊന്നും അനുസരിക്കുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവർക്കും എന്തുണ്ട്? ബാധ്യതയുണ്ട്. ആരും നിയമത്തിന് അതീതരല്ല. നിയമവാഴ്ചയുടെ പ്രാധാന്യം വളരെ ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നോക്കി എന്താ പറയുന്നതെന്ന്. റോഡിലൂടെ അലക്ഷ്യമായി വാഹനം ഓടിച്ചാൽ എന്ത് സംഭവിക്കും? നമുക്കറിയാം, റോഡിലൂടെ നമുക്ക് തോന്നുന്ന രീതിയിൽ വാഹനം ഓടിച്ചാൽ എന്ത് സംഭവിക്കും? അപകടങ്ങൾ ഉണ്ടാകും, അല്ലേ? റോഡിലൂടെ വാഹനം പോകുന്നതിന് കൃത്യമായ നിയമങ്ങളുണ്ട്, ശരിയല്ലേ? നമ്മൾ വലത് സൈഡിൽ ചേർന്ന് നടക്കണം. നടക്കുന്നവർ വണ്ടി ഓടിക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? ഇടത് സൈഡിലൂടെ നമ്മൾ വണ്ടി ഓടിച്ച് പോകണം, അല്ലേ? അപ്പോൾ നമ്മൾ തെറ്റായ രീതിയിലൂടെ വാഹനം ഓടിച്ചാൽ എന്ത് സംഭവിക്കും? അപകടങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ വാഹനങ്ങളുടെ സഞ്ചാരം സുഗമവും സുരക്ഷിതവുമാക്കുകയാണ് ട്രാഫിക് നിയമങ്ങളുടെ ലക്ഷ്യം. വാഹനങ്ങളുടെ സഞ്ചാരം സുഗമവും സുരക്ഷിതവുമാക്കുകയാണ് ട്രാഫിക് നിയമങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ ട്രാഫിക് നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ട് ഉണ്ടാവും. നോക്കിക്കേ, അവകാശങ്ങൾ. വ്യക്തിയുടെയും രാജ്യത്തിൻ്റെയും പുരോഗതിക്ക് വേണ്ടി രാജ്യം അനുവദിച്ചു കൊടുത്തിട്ടുള്ള സാഹചര്യങ്ങളാണ് അവകാശങ്ങൾ. എന്താണ്? വ്യക്തിയുടെയും രാജ്യത്തിൻ്റെയും പുരോഗതിക്ക് വേണ്ടി രാജ്യം അനുവദിച്ചു കൊടുത്തിട്ടുള്ള സാഹചര്യങ്ങളാണ് അവകാശങ്ങൾ. ഓക്കെ, ഇവിടെ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്, നമുക്കത് നോക്കാം. നോക്കിക്കേ, വിവിധ നിയമങ്ങൾ ലഭിക്കുന്ന അവകാശങ്ങൾ. ഇവിടെ വിദ്യാഭ്യാസ അവകാശ നിയമം പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധവും സൗജന്യമായ വിദ്യാഭ്യാസം അവരുടെ അവകാശമാണ്, അല്ലേ? അതുപോലെ തന്നെ മോട്ടോർ വാഹന നിയമം. എന്താണ്? നമുക്ക് എവിടെയും സഞ്ചരിക്കാനും നമുക്ക് വാഹനങ്ങൾ ഓടിക്കാനും ഒക്കെയുള്ള നിയമം അതിൽ പറയുന്നുണ്ട്. വിവരാവകാശ നിയമം. നമുക്ക് ഓഫീസുകളിൽ നിന്ന് വിവരങ്ങൾ അറിയാനായിട്ട് സഹായിക്കുന്നത്. വൃദ്ധജന പരിപാലന നിയമം. എന്താണ്? പ്രായമായവരെ നമ്മൾ സംരക്ഷിക്കണം, അവരെ എന്ത് ചെയ്യണം? സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കെന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? വിവിധ നിയമങ്ങളിലൂടെ ഒരു ജനാധിപത്യ രാജ്യത്തിലെ ജനങ്ങൾക്ക് വിവിധ അവകാശങ്ങൾ ലഭിക്കുന്നുണ്ട്. എവിടെയും സഞ്ചരിക്കാനുള്ള അവകാശം, അതുപോലെ തന്നെ നമുക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, നമുക്ക് പല കാര്യങ്ങളും അറിയാനുള്ള അവകാശം, നമുക്ക് പ്രായമായവരെ സംരക്ഷിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട്. ഓക്കെ, സാമൂഹ്യ സാമ്പത്തിക നീതി. എല്ലാ ജനങ്ങൾക്കും പങ്കാളിത്തം നൽകുന്ന ഭരണ സംവിധാനമാണ് ജനാധിപത്യം. എല്ലാ ജനങ്ങൾക്കും പങ്കാളിത്തം നൽകുന്ന ഭരണ സംവിധാനമാണ് ജനാധിപത്യം. പങ്കാളികൾ എല്ലാവരും തുല്യരാകുമ്പോഴാണ് ജനാധിപത്യം അർത്ഥവത്താകുന്നത്. പങ്കാളികൾ എല്ലാവരും തുല്യരാകുമ്പോഴാണ് ജനാധിപത്യം അർത്ഥവത്താകുന്നത്. സാമൂഹ്യവും സാമ്പത്തികവുമായ അസമത്വം കുറച്ച് എല്ലാവർക്കും തുല്യ പരിഗണന നൽകുക എന്നതാണ് സാമൂഹ്യ സാമ്പത്തിക നീതി എന്ന ആശയത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ എന്താണ്? ചിലർക്ക് നല്ല പണം ഉണ്ടായിരിക്കും, അല്ലേ? ചിലർക്ക് എന്താണ്? പണം കുറവായിരിക്കും.
അതൊക്കെ മാറ്റി നിർത്തിയിട്ട് എല്ലാവരും എന്ത് ചെയ്യണം? തുല്യരായി കാണണം. എല്ലാവർക്കും തുല്യ പരിഗണന നൽകണം. അതാണ് സാമൂഹ്യ സാമ്പത്തിക നീതി എന്ന ആശയത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, സാമൂഹ്യ സാമ്പത്തിക നീതിക്ക് വിരുദ്ധമായ ചില ആശയങ്ങളുണ്ട്. ഏതൊക്കെയാണ്? അടിമത്തം, സ്ത്രീ വിവേചനം, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം. നമുക്കറിയാം, നമ്മൾ എന്താണ്, പണം കൂടുതലുള്ളവർ വലിയ പൊസിഷനിലിരിക്കും അല്ലേ? പണമില്ലാത്തവർ താഴെ ഇരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ പണമില്ലാത്തവരെ അടിമകളാക്കാനായിട്ട് ശ്രമിക്കും. സ്ത്രീ വിവേചനം, നമുക്കറിയാം, ആണിനും പെണ്ണിനും തുല്യ പ്രാധാന്യം നൽകണം അല്ലേ? അവർക്ക് ഇക്വാലിറ്റി വേണം. എന്നാൽ സ്ത്രീകളോട് ഇന്നും എന്തുണ്ട്? വിവേചനം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൊഴിലില്ലായ്മ, ചിലർക്ക് തൊഴിലുണ്ട്, ചിലർക്ക് തൊഴിലില്ല. അപ്പോൾ തൊഴിലില്ലായ്മയൊന്നും നമ്മൾ പരിഗണിച്ച് എല്ലാവരെയും വ്യത്യസ്ത രീതിയിൽ കാണാതെ എല്ലാവരെയും നമ്മൾ തുല്യരായിട്ട് കാണണം. ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട്, നമ്മൾ അത് മാറ്റി നിർത്തി എല്ലാ ജനങ്ങളെയും എന്ത് ചെയ്യണം? തുല്യരായിട്ട് കാണണം. ഇവിടെ അതാണ് പറയുന്നത്, സാമൂഹ്യവും സാമ്പത്തികവുമായ അസമത്വം കുറച്ച് എല്ലാവർക്കും തുല്യ പരിഗണന നൽകണം. അതാണ് സാമൂഹ്യ സാമ്പത്തിക നീതി എന്ന ആശയത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ്? ലോകമാകുമ്പോൾ എല്ലാവരും വ്യത്യസ്തരാണല്ലേ? എല്ലാവരും പണക്കാരല്ല, എല്ലാവരും പാവപ്പെട്ടവരുമല്ല, എല്ലാവരും ദരിദ്രരുമല്ല, എല്ലാവരും പണക്കാരുമല്ല അല്ലേ? അതുപോലെ തന്നെ എല്ലാവരും ജോലിയുള്ളവരാണോ? അല്ല, ജോലിയില്ലാത്തവരുമുണ്ട്. നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ആളുകളുണ്ട്. എന്നാൽ നമ്മൾ എല്ലാവരും എങ്ങനെ കാണണം? തുല്യരായിട്ട് വേണം കാണാനും. ഓക്കെ, ഇനി എന്താ പറയുന്നത്? മാധ്യമങ്ങൾ. നോക്കിക്കേ, ഈ ചിത്രത്തിൽ എന്താ കാണുന്നേ? എന്താ കാണുന്നത്? നമുക്ക് വ്യത്യസ്ത രീതിയിലുള്ള മീഡിയാസ് കാണാം അല്ലേ? നോക്കിക്കേ, ഇതിൽ നിന്നും മാധ്യമങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്താണ്? സമൂഹത്തിലെ സംഭവങ്ങൾ ജനങ്ങളിൽ എത്തിക്കുവാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഉപാധിയാണ് എന്ത്? മാധ്യമങ്ങൾ അല്ലെങ്കിൽ മീഡിയസ് അല്ലേ? സ്വതന്ത്രവും നിഷ്പക്ഷവുമായ മാധ്യമങ്ങൾ ജനാധിപത്യത്തിന്റെ അടിത്തറയാണ്. നമുക്കറിയാം, ഇന്നെന്താണ്, മാധ്യമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കരിവാരി എറിയുക അല്ലേ? പക്ഷെ എങ്ങനെയായിരിക്കണം? മീഡിയാസ് എന്ന് പറയുമ്പോൾ എന്താണ്? നിഷ്പക്ഷമായിട്ട് വേണം പ്രവർത്തിക്കാൻ. ജനങ്ങളുടെ താല്പര്യങ്ങൾ പരസ്പരം അറിയുന്നതിനും പൊതുവായ ആവശ്യങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും മാധ്യമങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു. നമ്മൾ ഓരോ കാര്യങ്ങൾ അറിയുന്നത് എങ്ങനെയാണ്? മീഡിയാസിലൂടെയാണ് അല്ലേ? അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ മീഡിയാസിലൂടെ അറിയുന്നുണ്ട്. അപ്പോൾ എന്താണ് അവർ ചെയ്യുന്നത്? ജനങ്ങളുടെ താല്പര്യങ്ങൾ പരസ്പരം അറിയുന്നതിനും പൊതുവായ ആവശ്യങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും മാധ്യമങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെന്താ പറയുന്നത്? ഗവൺമെന്റിന്റെ തീരുമാനങ്ങൾ ജനങ്ങളിൽ എത്തുന്നതും എങ്ങനെയാണ്? മാധ്യമങ്ങൾ വഴിയാണ്. ശരിയല്ലേ? അപ്പോൾ ഗവൺമെന്റിൽ എന്ത് കാര്യങ്ങൾ നടക്കുന്നോ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ എന്ത് കാര്യങ്ങൾ നടക്കുന്നോ എല്ലാം നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? മീഡിയാസിലൂടെയാണ് അല്ലേ? അപ്പോൾ മീഡിയയുടെ വളർച്ചയോടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നുണ്ട്. ശരിയല്ലേ? നോക്കിക്കേ, പ്രതിപക്ഷത്തിന്റെ ധർമ്മം നമുക്ക് നോക്കാം. തിരഞ്ഞെടുപ്പിലൂടെ ഭരണപക്ഷവും ഒപ്പം പ്രതിപക്ഷവും ഉണ്ടാകുന്നു. തിരഞ്ഞെടുപ്പിലൂടെ ഭരണപക്ഷവും ഒപ്പം പ്രതിപക്ഷവും ഉണ്ടാകുന്നു. ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിലെ പാളിച്ചകൾ തുറന്നുകാട്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ ധർമ്മം. എന്താണ് പ്രതിപക്ഷത്തിന്റെ ധർമ്മം? ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിലെ പാളിച്ചകൾ തുറന്നുകാട്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ ധർമ്മം. നമ്മൾ നോക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? ഭരണം പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേക്കുകയാണ് അല്ലേ? അങ്ങനെയാണ് ഭരിക്കുന്ന പാർട്ടിയും പ്രതിപക്ഷവും ചെയ്യുന്നത്. ഓക്കെ, തിരഞ്ഞെടുപ്പ്, നിയമവാഴ്ച, അവകാശങ്ങൾ, സാമൂഹ്യ സാമ്പത്തിക നീതി, മാധ്യമങ്ങൾ, പ്രതിപക്ഷം തുടങ്ങിയ ഘടകങ്ങളാണ് ജനാധിപത്യത്തെ നിലനിർത്തുന്നത്. നമ്മൾ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പഠിച്ചു, നിയമവാഴ്ചയെക്കുറിച്ച് പഠിച്ചു, അവകാശങ്ങൾ പഠിച്ചു, സാമൂഹ്യ സാമ്പത്തിക നീതിയെക്കുറിച്ച് നോക്കി,
മാധ്യമങ്ങൾ കണ്ടു, പ്രതിപക്ഷം നോക്കി. അപ്പോൾ ഇത്രയും ഉണ്ടെങ്കിൽ എന്താണ്? നല്ലൊരു ജനാധിപത്യം ഉണ്ടാകും. അപ്പോൾ ഈ ഘടകങ്ങളാണ് ജനാധിപത്യത്തെ നിലനിർത്തുന്നത്. ജനാധിപത്യം ഒരു ജീവിത രീതി. ഒരു ജീവിത രീതി എന്ന നിലയിൽ ജനാധിപത്യം മാനുഷിക മൂല്യങ്ങൾക്കും വ്യക്തി സ്വാതന്ത്ര്യത്തിനും അംഗീകാരം നൽകുന്നു. ഒരു ജീവിത രീതി എന്ന നിലയിൽ ജനാധിപത്യം മാനുഷിക മൂല്യങ്ങൾക്കും വ്യക്തി സ്വാതന്ത്ര്യത്തിനും അംഗീകാരം നൽകുന്നു. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുക എന്നത് ജനാധിപത്യ ജീവിത രീതിയുടെ ഭാഗമാണ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുക എന്നത് ജനാധിപത്യ ജീവിത രീതിയുടെ ഭാഗമാണ്. അഭിപ്രായങ്ങളോട് യോജിക്കാനോ വിയോജിക്കാനോ വ്യക്തിക്ക് അവകാശമുണ്ട്. എല്ലാ അഭിപ്രായങ്ങളും നമ്മൾ അനുകൂലിക്കേണ്ട കാര്യമില്ല. നമുക്കതിനോട് വിയോജിക്കണമെങ്കിൽ വിയോജിക്കാം. കൂട്ടായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുമ്പോൾ ജനാധിപത്യം അർത്ഥപൂർണമാകുന്നു. കൂട്ടായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുമ്പോൾ ജനാധിപത്യം അർത്ഥപൂർണമാകുന്നു. വീട്, സ്കൂൾ, സമൂഹം തുടങ്ങി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ജനാധിപത്യത്തെ ഒരു ജീവിത രീതി എന്ന നിലയിൽ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുവാൻ കഴിയണം. ഓക്കെ. നിത്യജീവിതത്തിൽ ജനാധിപത്യപരമായ പല ശീലങ്ങളും നമ്മൾ സ്വായത്തമാക്കാറുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ അംഗീകരിക്കാറുണ്ട്, ഊഴത്തിനായി കാത്തു നിൽക്കാറുണ്ട്, മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം പരിഗണിക്കാറുണ്ട്. ഓക്കെ. സമൂഹത്തിന്റെ നല്ല രീതിയിലുള്ള മുന്നോട്ടുപോക്കിന് ഓരോ വ്യക്തിയും മറ്റുള്ളവരുടെ ജനാധിപത്യപരമായ പ്രവർത്തനങ്ങളെ മാനിക്കേണ്ടതാണ്. ഒരാളുടെ ജനാധിപത്യപരമായ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുവാൻ മറ്റൊരാൾക്ക് അവകാശമില്ല. ജനാധിപത്യം എന്നത് നിയമവ്യവസ്ഥയിൽ അധിഷ്ഠിതമാണ്. നിയമങ്ങൾ തെറ്റിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. നോക്കിക്കേ, ഇവിടെ ഒരു ചിത്രം കാണിച്ചിട്ടുണ്ട്. എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അതൊരു ശബ്ദ മലിനീകരണത്തിന്റെ ഒരു ചിത്രമാണല്ലേ. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് ആ ഒരു വണ്ടി പോകുന്നത്. ലോകത്തിൽ നിലനിൽക്കുന്ന ഭരണ സംവിധാനങ്ങളിൽ ഏറ്റവും മികച്ചതാണ് ജനാധിപത്യ സംവിധാനം. എന്താ പറയുന്നത്? ലോകത്തിൽ നിലനിൽക്കുന്ന ഭരണ സംവിധാനങ്ങളിൽ ഏറ്റവും മികച്ചതാണ് ജനാധിപത്യ സംവിധാനം. നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മളുടെ ജനപ്രതിനിധികളെ അറിയിച്ച് ഭരണത്തിൽ മാറ്റം വരുത്താനൊക്കെ സഹായിക്കും അല്ലേ. നമ്മുടെ അഭിപ്രായങ്ങൾ പറയാൻ നമുക്ക് കഴിയും. നോക്കിക്കേ, ഓരോ പൗരനും ഭരണത്തിൽ പങ്കാളിയാകാൻ ഇതിലൂടെ കഴിയുന്നു. ഓരോ പൗരനും ഭരണത്തിൽ പങ്കാളിയാകാൻ ഇതിലൂടെ കഴിയുന്നു. സാധാരണ ജനങ്ങളല്ലേ. ഓക്കെ. ജനാധിപത്യ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്താൻ നാം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ജനാധിപത്യ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്താൻ നാം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. നോക്കിക്കേ, സമ്മറിയാണേ. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം അല്ലെങ്കിൽ ഡെമോക്രസി. ജനാധിപത്യം എന്നത് കേവലം ഒരു ഭരണക്രമം മാത്രമല്ല, ഒരു ജീവിത രീതി കൂടിയാണ്. തിരഞ്ഞെടുപ്പുകൾ, നിയമവാഴ്ച, അവകാശങ്ങൾ, സാമൂഹ്യ സാമ്പത്തിക നീതി, മാധ്യമങ്ങൾ, പ്രതിപക്ഷം തുടങ്ങിയ ഘടകങ്ങളാണ് ജനാധിപത്യത്തെ നിലനിർത്തുന്നത്. നമ്മളതൊക്കെ കണ്ടായിരുന്നല്ലോ. ഓക്കെ. നമ്മുടെ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ചെറിയൊരു ചാപ്റ്ററാണ്, വായിച്ചാൽ മനസ്സിലാവും. ഓക്കെ. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. താങ്ക് യു.